എന്റെ ഈ കയ്യിലിരിക്കുന്നത് ഇന്നോവയുടെ ഒരു ഹബ്ബാണ്. സെൽഫ് ഫ്രണ്ടിലത്തെ നക്കിള്. നിന്റെ വീൽ ബെയറിങ് പോവല്ല, വീൽ ബെയറിങ് പണ്ടാൽ അടങ്ങിപ്പോയി വേണമെങ്കിൽ പറയാൻ കേട്ടോ. അത്രയ്ക്കും എന്നാ വീല് പിടിപ്പിക്കുന്ന ഏരിയ കാണുന്നത് കണ്ടോ. ഇത്രയും മോശം അവസ്ഥയിലോട്ടായി പോയി. ഇന്നോവ ഇത്രയും മോശം ആവണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും ഒരു ഐഡിയ കിട്ടുന്നില്ല. അതറിയാവുന്നതുകൊണ്ട് കമന്റ് ഇട്ടോ. നിന്റെ റോട്ടറിനൊക്കെ കോലം കണ്ടോ. റോട്ടറൊക്കെ ആകെ ബ്രേക്ക് പാഡൊക്കെ തേഞ്ഞ് തീർന്ന് ഈ കണ്ടീഷനിലായി. ബ്രേക്ക് പാഡിന്റെ കോലം നോക്കിയാൽ ബ്ലേഡ് പോലെ ഇരിക്കണ കണ്ടോ. ബ്രേക്ക് പാഡൊന്നും ഇല്ല, തേഞ്ഞ് തീർന്നു പോയി. അതുപോലെ നമ്മുടെ അപ്പറാമിന്റെ ബോൾ ജോയിന്റ് ഒക്കെ പോയി. ഇനിയും ബാക്കി കുറെ അഴിക്കാനുണ്ട്, ഒന്നും അഴിച്ചിട്ടില്ല. ഇന്നോവയ്ക്ക് ഇത്രയും മോശം കണ്ടീഷനിലോട്ട് ആവണമെന്നുണ്ടെങ്കിൽ വണ്ടി അതുപോലെ ഓടിച്ചിട്ടുണ്ടാവണം, അതുപോലെ റഫ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ ഇത്രയും മോശം കണ്ടീഷനിലോട്ട് ഇന്നോവ ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര മെയിൻ്റനൻസ് കുറവുള്ളൊരു വണ്ടിയാണ് ഇന്നോവ എന്ന് പറയുന്നത്, അല്ലേ? അത് എല്ലാവർക്കും അറിയാം, ഏത് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും അറിയാൻ പറ്റും. അത്രയ്ക്കും മെയിൻ്റനൻസ് കുറഞ്ഞ വണ്ടി ഇന്നോവ. ഇത്രയും മോശം കണ്ടീഷനിലാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒന്നും ഇല്ല, വീൽ ബെയറിങ്ങിന്റെ ഭാഗങ്ങളൊന്നും ഇല്ലാണ്ടോ, മൊത്തം പോയി കിടക്കുന്നുണ്ടോ. അത്രയ്ക്കും മോശമായി പോയി കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ ലോവർ ആമിന്റെ ബുഷൊക്കെ മിക്കവാറും എല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിന് ബാക്കിയൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്റ്റെബിലൈസറിന്റെ കട്ട് ബുഷൊക്കെ പോയി കിടക്കുന്നുണ്ട്. ABS ഒക്കെ ഉറഞ്ഞ് തേഞ്ഞു പോയതാണ്ടോ. ഒന്ന് സൂം ചെയ്തടാ. ABSന്റെ സെൻസറൊക്കെ കട്ടായി പോയി. വീൽ ബെയറിംഗ് പോയി അടിച്ചിട്ട് ABS സെൻസറൊക്കെ കട്ടായി പോയി. അത്രയ്ക്ക് മോശം കണ്ടീഷനിലായിട്ടുണ്ട് ഇന്നോവ. ഞാൻ ഇന്നേ വരെ ഇത്രയും മോശം കണ്ടീഷനിൽ ഇന്നോവ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോസോ, ഇത്രയും മോശം അവസ്ഥയിലായിട്ടുള്ള ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ 2 ഫോട്ടോസൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്ക്, ഞാനോട് കണ്ടോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മോശമായിട്ടുള്ളൊരു ഇന്നോവയുടെ വീൽ ബെയറിംഗ് കേട്ടോ. ഇത്രയും മോശമായിട്ട് ഇന്നോവയുടെ വീൽ ബെയറിംഗ്, അതുപോലെ ഇത്രയും സാധനങ്ങൾ ഇത്രയും മോശത്തിൽ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ. ഇത്രയും മോശം അവസ്ഥയിൽ ഇന്നോവ കണ്ടിട്ടുള്ള ആൾക്കാരെ ഒന്ന് കമന്റ് ഇടുക. അതുപോലെ തന്നെ ഈ വണ്ടി ഏകദേശം എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ടാവുമെന്നൊന്ന് അറിയാവുന്നതിനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ. ഏകദേശം ഐഡിയ വെച്ച് നിങ്ങളൊന്ന് പറയും എത്ര ഉണ്ടാവും നമുക്കൊന്ന് അറിയാലോ. എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ടാവുമെന്ന് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോ കേട്ടോ.